Respected Provincial Superior Dr. Sophie Perepadan, respected Thrissur Corporation Councillor Sri John Daniel, our Principal Sister Linsa Maria, Little Maria Sister, teachers, non-teaching staff, and my fellow Nirmalites. To be honest, I'm very emotional right now. It is always a special feeling to be back here. But before I start, I would like to clarify something. I think I've been referred to as the wrong person here. Everybody's been referring me as a guest. നമുക്ക് സ്വന്തം വീട്ടിൽ ഗസ്റ്റ് ആവാൻ പറ്റും. So I think there should be a correction made. I'm not a guest. ഞാൻ ഈ വീടിൻ്റെ ഭാഗമാണ്. സാർ നേരത്തെ പറഞ്ഞ പോലെ 1993 ഈ സ്കൂൾ തുറന്നപ്പോൾ 96 ഞാൻ ഈ സ്കൂളിലുണ്ട്. 2005 ഞാൻ പാസ് ഔട്ട് ആയത്. 2005 കഴിഞ്ഞപ്പോൾ ഞാൻ ഇന്നിപ്പോൾ ജസ്റ്റ് ഒന്ന് കാൽക്കുലേറ്റ് ചെയ്യായിരുന്നു. It's been 16 years since I passed out from the school. I don't know how many of you here, students who are 16 years old. So there will be a lot of students here, or rather most of the students in the school right now was not even born when I passed out. So that is the heritage that the school now has. അത്രയും പഴക്കമുണ്ട് ഈ സ്കൂളിന്. So it feels immensely, എന്താ വാക്കെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. It's not a pleasure, it's not happiness, but it feels great to be here, to be invited for this event, and to be able to hand out these prizes to my fellow Nirmalites. So വളരെയധികം സന്തോഷമുണ്ട് ഈ ഒരു മൊമെന്റിലൂടെ എത്തിയതിൽ. And I was told ഞാൻ ഇൻസ്പയർ ചെയ്യണമെന്ന്. പക്ഷെ ചെറിയൊരു സ്വയം ഒരു പുച്ഛം തോന്നാന്ന് പറയില്ലേ, ആ ഒരു മൊമെന്റ് ഉണ്ടായി. ഇവിടുത്തെ ടീച്ചർമാർക്ക് വരെ എന്നാണ് പ്രായം കുറഞ്ഞു മിസ്. എന്നെ പഠിപ്പിച്ച കുറേയധികം ടീച്ചർമാർ ഇവിടെ ഉണ്ട്. പക്ഷെ ഇപ്പോൾ ഉള്ള ചില ടീച്ചർമാരെ കാണുമ്പോൾ ദൈവം എന്നെക്കാട്ടിലും പ്രായം കുറച്ച് ടീച്ചർമാരാണല്ലോ ഈ സ്കൂളിൽ നിന്ന് തോന്നിപ്പോയി. അപ്പോൾ ഒരു നിമിഷം സിസ്റ്റർ പറഞ്ഞ പോലെ ഞാൻ ചെറിയൊരു കുട്ടിയാണെങ്കിലും ഒരു നിമിഷം ഞാൻ വലിയ പ്രായമുള്ള ഒരാളായി പോയോ എന്ന് എനിക്ക് തോന്നിപ്പോയി. അപ്പോൾ വളരെയധികം സന്തോഷം. And I'm supposed to inspire everyone here. I don't know how to inspire people. I've never been able to inspire people. But there are a few things I need to tell you. The first thing that came to my mind here was, do you know the difference between success? Do you know the difference between success and luxury? And that is a very important point that we need to learn. So we can measure success. All of you here who won awards here, you're all successful because you just won an award. You got 90%, you got full A1. 2003 ഞാൻ 10th ക്ലാസ് പാസ് ചെയ്തത്. 2003 ഈ ഇവന്റ് നടന്നിരുന്നെങ്കിൽ ഞാനിപ്പോൾ നിങ്ങൾക്ക് ഗിഫ്റ്റ് ഈ പ്രൈസ് തന്ന പോലെ ഈ പ്രൈസിന് ഞാൻ എലിജിബിൾ അല്ല. കാരണം എനിക്ക് 90% ഉണ്ടായിരുന്നില്ല 10th. സോ വാട്ട് ഈസ് സക്സസ്? ത്രൂ ഔട്ട് മൈ ലൈഫ്, അത് കഴിഞ്ഞ് ഞാൻ എഞ്ചിനീയറിംഗ് ആണ് പഠിച്ചത്. പഠിച്ച ഫീൽഡിലല്ല ഞാൻ പണിയെടുത്തത്. അത് കഴിഞ്ഞ് 2011 ഞാൻ സെൻട്രൽ എക്സൈസ് ആൻഡ് കസ്റ്റംസ് ഡിപ്പാർട്ട്മെന്റിൽ കയറിയത്. ഇപ്പോൾ 10 years ഞാൻ അവിടെ കംപ്ലീറ്റ് ചെയ്യണം. സോ ഈ കഴിഞ്ഞ ആഴ്ചയായിരുന്നു ഞാനും കംപ്ലീറ്റ് ചെയ്തത്. സിസ്റ്റർ പോലെ ഞാനും ഈ 14th ആയിരുന്നു എൻ്റെ 10th ആനിവേഴ്സറി ഇൻ മൈ ഡിപ്പാർട്ട്മെന്റ്. അപ്പോൾ ഐ ഹവ് കംപ്ലീറ്റ് 10 years ഇൻ ദാറ്റ് സർവീസ്. ഞാൻ പഠിച്ചിരുന്ന സമയത്ത് ഇവിടെ ഗവൺമെന്റ് ജോലി എന്ന് പറയുന്ന ഒന്നൊരു, നമ്മളെല്ലാവരും ഡോക്ടർമാർ, എല്ലാവരും എഞ്ചിനീയർമാർ. അതിന് പുറമെ ഒരു ഗവൺമെന്റ് ജോലി എന്നുള്ള ചിന്തയൊന്നും അങ്ങനെ അധികം പേർക്ക് ഉണ്ടായിരുന്നില്ല. അപ്പോൾ വളരെ യാദൃശ്ചികമായി തന്നെയാണ് ഞാൻ ഗവൺമെന്റ് ജോലി എന്ന് പറയുന്ന ആ ഒരു ഫീൽഡിലേക്ക് പോയി പെട്ടതും അവിടെ ഇപ്പോൾ ഈ തുടർന്ന് വർക്ക് ചെയ്തു. പിന്നെ അവിടെ ഇരുന്ന് മറ്റു പരീക്ഷകൾ എഴുതുന്നു, സിവിൽ സർവീസ് പോലെ എക്സാംസ് എഴുതി. ഇപ്പോൾ ഫൈനലി ഈ കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസിന്റെ 32ാമത്തെ റാങ്ക് എനിക്ക് കിട്ടി എന്ന് പറഞ്ഞിട്ടാണ് ഇന്നിപ്പോൾ എന്നെ ഇവിടെ ക്ഷണിച്ചിരിക്കുന്നത്. ഈ ലിസ്റ്റിലെ ഏറ്റവും പ്രായം കൂടിയ ആളാണ് ഞാൻ. സ്ട്രീം 1 KASന്റെ 68 പേരുടെ ലിസ്റ്റിൽ ഏറ്റവും പ്രായം കൂടിയ ആളാണ് ഞാൻ. സോ മെനി പീപ്പിൾ ആസ്ക് മീ വാട്ട് ഇസ് സക്സസ്. ഈ 16 വർഷത്തിനിടയിൽ ഞാൻ വളരെയധികം കാര്യങ്ങൾ കണ്ടു, കുറേയധികം സ്ഥലങ്ങൾ കാണാൻ സാധിച്ചു, കുറേയധികം പേരെ പരിചയപ്പെട്ടു. ബട്ട് വാട്ട് ഇസ് സക്സസ്? ഞാൻ സ്വയം ചോദിക്കുന്നത്, ഐ ഹവ് ഓൾവേസ് ആസ്ക്ഡ് മൈസെൽഫ്, വാട്ട് ഇസ് സക്സസ്? Clearing this exam, is that a success for me? Having a government job, is that a success for me? But today, as I was sitting here, I felt a moment of success. And it was a very emotional moment. When Little Maria sister, who was my principal, stood here and said, അവൻ എൻ്റെ മുമ്പിലേക്ക് ഓടി വരുമ്പോൾ തിളങ്ങുന്ന കണ്ണുകളിലൂടെ, at that moment I felt success. Because after 16 years, sister still remembers me. And if you can have that impact
നമ്മളെ കുറിച്ച് ഓർക്കാൻ ഒരു 5 പേരുണ്ടോ? അതുണ്ടെങ്കിൽ I feel that is a success. And this moment, at that moment, was very special, very dear for me. And I'm really happy that I was able to get that moment today. Thank you, sister. The second topic I would like to talk about is luxury. What is luxury? Again, ഈ 32ാമത്തെ റാങ്ക് നേടി. Yes, I was competing against people 10 years younger than me. നിങ്ങളെ പോലുള്ള കുറേയധികം പേരാണ് ആ എക്സാം എഴുതിയിരുന്നത്. അപ്പോൾ I was competing with them. But what allowed me to do it? Have you ever thought of it? What do we have? What enables us to put in that time? Because എല്ലാവരും എന്നോട് പറഞ്ഞു, സിസ്റ്റർ തന്നെ പറഞ്ഞിരുന്നു, കുടുംബജീവിതമുണ്ട്, എൻ്റെ വൈഫ് ഷീസ് റൈറ്റ് ഹിയർ, കുടുംബത്തിൻ്റെ പ്രാരാബ്ദങ്ങളുണ്ട്, നമ്മുടെ വീട്ടുകാരുണ്ട്, ജോലിയുണ്ട്. ഈ 100 കാര്യങ്ങൾക്കിടയിൽ എങ്ങനെ ഇരുന്ന് പ്രിപ്പയർ ചെയ്തു എന്നോട് കുറേ പേര് ചോദിച്ചു. അപ്പോൾ അതിന് ഉത്തരമായി പറയാനായിട്ട് എനിക്കൊരു കഥ പറയണം. ആ കഥയുടെ ഒരു കേന്ദ്ര കഥാപാത്രം ഇപ്പോൾ നമ്മുടെ കൂടെ ഉണ്ട്, മായമസ് കൂടെ ഉണ്ട്. ഈ കഥ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഞാൻ സെക്കൻഡ് ലാംഗ്വേജ് ഹിന്ദിയായിരുന്നു. ആൻഡ് എൻ്റെ ഒരു പ്രശ്നം, എനിക്ക് ഹിന്ദി അറിയില്ല. അപ്പൊ ഹിന്ദി അറിയാതെ ഹിന്ദി സെക്കൻഡ് ലാംഗ്വേജ് എടുത്താനുള്ള ഒരു അവസ്ഥ നിങ്ങൾക്കറിയാമല്ലോ. അപ്പൊ മായമസിന്റെ ഒരു സ്ഥിരം വേട്ടമൃഗമായിരുന്നു ഞാൻ. മായമസിന് നന്നായിട്ട് അറിയാം. പക്ഷേ there is something called inspiration that a teacher can give you. അപ്പൊ സ്ഥിരം വേട്ടമൃഗത്തിനെ എപ്പോഴും ചീത്ത കേൾക്കുമെങ്കിലും ഇടയ്ക്ക് എവിടെയെങ്കിലും വെച്ച് നമുക്കൊരു ഇൻസ്പിറേഷൻ, ഒരു സ്പാർക്ക് തരും. ആ സ്പാർക്കിന് മുകളിൽ ഞാൻ ഹിന്ദി പഠിച്ചു. എങ്ങനെ? മാത്സ് ആയിട്ട്. നമ്മുടെ പഴയ സിനിമയില് വരില്ലേ, മേം കർത്താവാകുമ്പോൾ ഹും എന്ന് പറഞ്ഞ് ഞാൻ ഫോർമുല എഴുതി ഞാൻ ഹിന്ദി പഠിച്ചു. എന്നിട്ട് 10ാം ക്ലാസ്സിൽ മിസ്സിന്റെ ക്ലാസ്സിൽ എനിക്കിപ്പോഴും ആ മൊമെന്റ് ഓർമ്മയുണ്ട്. ദീസ് ആർ ദ മെമ്മറീസ് ദാറ്റ് ഐ ഹാവ്. മിസ്സിന് ഓർമ്മയുണ്ടാവില്ല. മിസ് ഇങ്ങനെ പേപ്പർ കൊടുക്കുമ്പോൾ ഷീൽ സ്റ്റാർട്ട് ഫ്രം ദ പേഴ്സൺ ഹു ഗോട്ട് ദ ലോവസ്റ്റ് മാർക്സ് ടു ദ ഹയസ്റ്റ് മാർക്സ്. സോ യൂഷ്വലി വാട്ട് ഹാപ്പൻസ് ഇസ് ഐ ഗെറ്റ് പേപ്പേഴ്സ് വെരി ഏർലി in my class. But that day I was not getting my paper. She's not calling me. So I was like, oh shit. She was not calling me out. And finally everybody got their papers. There was just one person remaining and that was me. And she called me up and said, Bhaskar. And I went up to her and said, you scored the highest marks in Hindi. And that moment taught me something. Perseverance. How did I get this 32nd rank? The simplest answer is, Nirmala Mother taught me that way. I could not give up. I could have given up on all these exams long back. But even at the age of 34, I'm 34 now. എല്ലാവരും പറയില്ലേ, ഒരു 5ാം ക്ലാസ്സിൽ എഴുതുമ്പോൾ നമ്മൾ പറയോ, ഇനി എനിക്ക് പഠിക്കാൻ വയ്യ, എത്ര കാലം പഠിച്ചു തുടങ്ങിയിട്ട്. ഞാൻ സ്കൂളിൽ നിന്ന് പാസ് ഔട്ട് ആയിട്ട് 16 വർഷമായി, ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ എന്തുകൊണ്ട് ഞാനത് പഠിക്കുന്നു? എന്തുകൊണ്ട് ഞാനത് പഠിക്കുന്നു? മായമസിനെ പോലുള്ളവർ എനിക്ക് തന്ന ആ സ്പാർക്കാണ് ഞാനിപ്പോഴും പഠിക്കുന്നത്. When I was preparing for civil services, one subject that I was very strong in, I don't know whether Mrs. here, one subject that all my fellow aspirants tell me that I'm strong in is geography. Because geography is a subject nobody likes. But I used to love geography. And in all civil service exams, I used to score very good marks in geography. And everybody used to come and ask doubts to me in geography. And they keep asking me, how? Bhaskar, നിനക്ക് മാത്രം ഈ ജോഗ്രഫി ഇങ്ങനെ, ജോഗ്രഫി നീ എങ്ങനെ പഠിക്കുന്നത്? ജോഗ്രഫി ആർക്കും താല്പര്യമില്ല. ബട്ട് എനിക്ക് ജോഗ്രഫി ഭയങ്കര ഇഷ്ടമായിരുന്നു. ആൻഡ് ദ റീസൺ വാസ്, ഞാൻ 5ാം ക്ലാസ്സിൽ, ഹാരി പോൾ 5ാം ക്ലാസ്സല്ലേ, ഞാൻ അവൻ്റെ പ്രായമുള്ള പോട്ടോ 5ാം ക്ലാസ്സിൽ. ദീസ് ആർ മൈ മെമ്മറീസ്. ദീസ് ആർ മൈ മെമ്മറീസ്. ഐ നോ ഓൾ ഓഫ് യു വിൽ ഹാവ് ദീസ് മെമ്മറീസ്. എത്ര പ്രായമായി ഞാൻ ഈ പറഞ്ഞ പോലെ ഒരു 60 വയസ്സായിട്ട് തന്നെ ഇങ്ങനെ ഈ ഒരു പരിപാടിക്ക് വിളിച്ചാൽ ഈ മെമ്മറീസ് എൻ്റെ കയ്യിലുണ്ടാവും. അപ്പോൾ 5ാം ക്ലാസ്സിൽ അന്ന് ഇവിടെ ഗോൾഡൻ സ്റ്റാർ കൊടുക്കുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നു. ഇപ്പോൾ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. സോ 90% കിട്ടി കഴിഞ്ഞാൽ ഗോൾഡൻ സ്റ്റാർ കിട്ടും. അപ്പോൾ അന്ന് 3 പേർക്കാണ് എൻ്റെ ക്ലാസ്സിൽ ഗോൾഡൻ സ്റ്റാർ കിട്ടുക. അപ്പോൾ എൻ്റെ ക്ലാസ് ടീച്ചർ വാസ് ലിസി കെ പി മിസ്. ആൻഡ് ലിസി കെ പി മിസ് കോൾഡ് മീ അപ്പ്. ഈ 3 പേർക്കും ഷി ഗേവ് എ പെൻ. ഒരു പെൻ. ഐ തിങ്ക് ഐ സ്റ്റിൽ ഹാവ് ദറ്റ് പെൻ. ഒരു പെൻ എനിക്ക് തന്നിട്ട് പറഞ്ഞു, ഭാസ്കർ, വെരി ഗുഡ്, കീപ് ഇറ്റ് അപ്പ് ആൻഡ് യു ഷുഡ് കീപ് സ്റ്റഡിങ് ഹാർഡ്. ആ പ്രായത്തിലുള്ള എൻ്റെ അടുത്താണ് അത് പറഞ്ഞത്. അന്ന് എന്താ പറ്റിയത് അറിയില്ല. ബട്ട് ഫ്രം that day on, geography has always been my friend. And that geography has helped me get marks and took me all the way to that 32nd rank now. So what I'm telling you is, what is luxury? All of you have opportunities. നിങ്ങൾക്ക് ആർക്കും വീട്ടിലെ പ്രാരബ്ധങ്ങളില്ല, നിങ്ങൾക്ക് ആർക്കും വീട്ടിലെ കാര്യങ്ങൾ നോക്കണ്ട, 100 കാര്യങ്ങൾ, നിങ്ങൾ സമയമുണ്ട്. There are so many things that you have to do, but you have time.
I have been blessed with luxury. എൻ്റെ ഓഫീസിൽ നിന്ന് എനിക്ക് സപ്പോർട്ട് ഉണ്ടായിരുന്നു, എൻ്റെ വീട്ടിൽ നിന്ന് എനിക്ക് സപ്പോർട്ട് ഉണ്ടായിരുന്നു, എൻ്റെ ടീച്ചേഴ്സ് എന്നെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ ഒക്കെ ഒരു ആഫ്റ്റർ എഫക്റ്റ് അല്ലെങ്കിൽ ഒരു ഫൈനൽ റിസൾട്ടാണ് നമ്മൾ എവിടെയെങ്കിലും നമ്മുടെ ജീവിതത്തിൽ പോയി ഇതേപോലെ നിൽക്കാൻ പറ്റുന്നത്. So I would like to take this moment to thank the entire Nirmalite family for making me who I am today. Thank you. And last but not the least, I would like to wish Sister Linsa Maria a wonderful feast day. My best wishes to you, sister. Thank you for inviting me today. And congratulations to all the Merit Award winners. This is just the beginning. School എന്ന് പറയുന്നത് ഒരു പോയിന്റ് ആണ്. അത് കഴിഞ്ഞ് നിങ്ങൾ പഠിക്കുന്നതായിരിക്കും വളരെ വലിയ പഠിത്തം. അപ്പോൾ ആ പഠിത്തത്തിലേക്ക് നിങ്ങൾ പോകുമ്പോൾ വാട്ട് ഡിഡ് സ്കൂൾ ഗിവ് യു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മെമ്മറീസ് ആൻഡ് സ്പാർക്സ്. There will be so many points in your life in the school that gave you sparks to keep pushing. നമ്മുടെ ജീവിതം നമ്മളോട് നിർത്ത് എന്ന് പറയുന്ന പല പോയിന്റിലും നമുക്ക് മനസ്സിനുള്ളിലുണ്ടാവും, ഐ എം മെയ്ഡ് ഓഫ് എ ഡിഫറെന്റ് സ്റ്റഫ്, ഐ എം എ നിർമ്മലൈറ്റ്, ഐ വിൽ കീപ് പുഷിംഗ്. ആൻഡ് വെൻ ദാറ്റ് പുഷ് കംസ് ടു ഷവ്, you do great things. I wish all of you a brilliant future, and I wish all of you will be coming back with great things. Thank you.